പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വേൾഡിൽ തന്നെ 8ാം സ്ഥാനം പിടിച്ചതാണ് ഒരു വയനാട്ടിലെ ഈ ഡെസ്റ്റിനേഷൻ. കേരള അനക്ക് തീരെ സ്റ്റാമിനില്ല. അനക്ക് എങ്ങനെയാ പെണ്ണിട്ടിച്ചു തരാ? ഇങ്ങോട്ട് കയറി ഹോസ്റ്റലില് കടലെന്നിട്ടെ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചന്ദ്ര പീക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടിക്കറ്റൊക്കെ എടുക്കണമെങ്കിൽ ഒരു 4 മണി 4 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിക്കാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിലെത്തിയത്. നമ്മളെ ചെക്കന്മാരൊക്കെ മുന്നിൽ പോകുന്നുണ്ട്. നല്ല അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ മേലെ കയറിയിട്ട് നല്ല രീതിയിൽ ലേക്കും അതുപോലെ അതുപോലെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ്. ആള് 750 രൂപയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരാളെ കീഴിൽ 10 ആൾക്ക് കയറാം. ആ കാര്യങ്ങളൊക്കെ ഞാൻ മേലെ കയറിയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ പുറമെ നമുക്ക് GST കാര്യങ്ങളൊക്കെ കൊടുക്കണം. വീഡിയോ അതുപോലത്തെ സംഭവം കാര്യങ്ങളൊന്നും പറ്റില്ല. പോകുന്ന വൈബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് കാണാം. നമ്മുടെ ചെക്കന്മാരൊക്കെ പാറി അലച്ച് കിടുക്കാച്ചായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 200 ആൾക്കാണ് ഒരു ദിവസം കയറാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 4 മണിക്ക് ഞങ്ങളിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയത്. പേരും ഇതൊക്കെ കൊടുക്കണം ആദ്യം വന്നേക്കിന്. അല്ലാത്ത പക്ഷം അവിടെ എന്താവില്ല, ടിക്കറ്റ് കിട്ടൂല. പിന്നെ 7 മണിക്ക് ശേഷമാണ് ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. ആദ്യം ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് വീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ആളുകളെ കടത്തി വിടുള്ളൂ. ആനയോ അതുപോലെ മൃഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഫുൾ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇവിടേക്ക് സഞ്ചാരികളെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ വിടുക കേട്ടോ. ഇവിടേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയാൽ നല്ല കിടിലൻ കാഴ്ചകളൊക്കെ ഉണ്ടാവും. ആ കാണുന്ന മലമുകളൊക്കെയാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ വരുന്നത്. ഈ കാണുന്ന മലമുകളൊക്കെ കോടയും ഇതൊക്കെ മൂടിയിട്ടുണ്ട്. നല്ല സെറ്റ് സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രക്കിംഗ് ആണ്. ഇവിടെ എന്താകണം, നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ എത്രയാണ്? 40 റുപ്യ അല്ലേ 2 വണ്ടിക്ക്. അപ്പോൾ ഒരു വണ്ടിക്ക് 20 കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ട്രക്ക് ചെയ്ത് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 2.5 കിലോമീറ്റർ കയറണം അല്ലേ? 2.5 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് കയറാൻ പോവാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ പറയണത്. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ് ആരംഭിച്ചിട്ടോ. സാദുണ്ട്, ഇത് നമ്മളെ എന്താ പറയുക ആലപ്പുഴത്തെ നമ്മളെ കൂട്ടുകാരനാണ്. പായസിൻ്റെ ഒരു നല്ലൊരു പാട്ടുണ്ട് നടക്കണം കേട്ടോ. അത് ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ല കിടുക്കാച്ചി പൊളിച്ചടക്കിയുള്ള ഒരു പാട്ടായിരിക്കും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ആ ലൗലേക്ക് കണ്ടിട്ട് ഒരു നല്ലൊരു റൊമാൻറ്റിക് സോങ് വരാണ്ട് അല്ലേ? അതെ, മനസ്സ് തട്ടി. സാഡ് സോങ് ആണോ? സാഡൊന്നല്ല, ആൾക്കാരെ ഇതിലേക്ക് വരവേൽക്കുന്ന സോങ്. എന്തായാലും നമ്മൾ പിടിച്ചു കുലുക്കണം. അപ്പൊ ഇൻട്രോ പറഞ്ഞാലോ? ഇൻട്രോ പറയാം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. വയനാടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വയനാടിൻ്റെ ഓരോ മലകളും ഓരോ കാടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് മൂഞ്ചിയൊരു വ്ളോഗായിരുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ.
ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഫായസിന്റെ കൂടെ പോരുമ്പോഴാണ് ഫുൾ മൂഞ്ചലും തോന്നുന്നുണ്ട്. ഞാൻ ഇവരെ കൂടെ എന്തെങ്കിലും വന്നോ അന്നൊക്കെ ഇതാ അവസ്ഥ. എവിടെ പോയാലും പച്ച തൊടാതെ പോരുക. എന്താ ചെയ്യാ? എവിടെ പോയാലും ഫായസിന് ടെന്റ് അടിക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റക്ക് പോകുമ്പോ ഒരു കുഴപ്പമില്ല. പിന്നാലെ കൂടിയോ തീർന്ന്. അപ്പോൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ 2.5 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. ആ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ആ ഒരു മലമുകളിലേക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക. കിട്ടലും കാഴ്ച തന്നെയായിരിക്കും ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നല്ല വ്യൂ പോയിന്റ് ആട്ടോ ഈ ഒരു വലത് ഭാഗത്ത് കാണുന്നത്. ഇവിടെ ഇടത് ഭാഗത്തേക്ക് നല്ല കാട് പോലത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഓരോ വ്യൂ പോയിന്റുകൾ ഇങ്ങനെ കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.5 കിലോമീറ്റർ. പിന്നെ ഇങ്ങോട്ട് വരേണ്ട പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 200 പേർക്ക് മാത്രമാണ് എന്താ പറയുക ഈ ഒരു ഭാഗത്തേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ടിക്കറ്റിൻ്റെ ചാർജ് ഒരാൾ 750 റുപ്യ എടുത്ത് കഴിഞ്ഞാൽ 10 ആൾക്ക് ഓൻ്റെ കൂടെ കയറാം. ഒരാൾ കയറണമെങ്കിലും 10 ആൾ കയറണമെങ്കിലൊക്കെ ഓരോ ചാർജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ GSTയും കാര്യങ്ങളൊക്കെ പുറമെ വരുന്നുണ്ട്. പിന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എക്സ്ട്രാ ഒരു 50 രൂപ അവിടെ കൊടുക്കണം. ആ പിന്നെ ബോട്ടിൽ തിരിച്ചവിടെ കാണിക്കുകയും അതുപോലെ റീഫണ്ടായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ വയനാട് അധിക സ്ഥലങ്ങളും ക്ലോസ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ അല്ലേ. ശ്രദ്ധിക്കണ്ടേ? വേണ്ടേ? ശ്രദ്ധ നമ്മളുടെ കേന്ദ്രീകരിക്കണം. അതന്നെ ആ ഒരു സംഭവം ഉണ്ട്. നമുക്ക് എവിടെ മുന്നേറാം. ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ ഒന്നുകൂടി പറയാണ്, സിഗരറ്റ് സാമാനങ്ങളൊക്കെ കൊണ്ടുവരുന്നവർ സൂക്ഷിക്കുക. അവിടെ എല്ലായിടത്തും ഫുൾ ചെക്കിംഗ് ഒക്കെയാണ്. പിന്നെ വൈബ്, നമ്മൾ ലഹരി അല്ല വൈബ്, ഇതാണ് വൈബ്, നാച്ചുറൽ വൈബ്. ഈ ഒരു വശത്തും നോക്കിയാലും കാട്, ഈ ഒരു വശത്തും നോക്കിയാലും ഫുൾ കാടാണ്. അപ്പോൾ ഓരോ കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 3 വർഷമായിട്ട് ഈ ഒരു ഡെസ്റ്റിനേഷൻ അടച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കേട്ടോ ട്രക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞ സംഭവം കാണാം. ഇതാണ് ട്രക്കിങ്ങിൻ്റെ യഥാർത്ഥ മൂഡ്. ഈ റൂട്ടിലാണ് ഇപ്പം ഇനി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നടന്നു പോകുന്നതൊക്കെ ഏകദേശം വണ്ടികളൊക്കെ വരുന്ന റോഡാണ്. ഇനിയാണ് യഥാർത്ഥ ട്രക്കിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ 2.5 മണിക്കൂർ. ഇപ്പം ഭയങ്കര സെറ്റപ്പ്. ഇപ്പം 3K 4K ഒക്കെ ആക്കും റീൽസ് ഇട്ടിട്ട്. ഇന്നാക്കും, നീ ആക്കും. അപ്പോൾ ഇപ്പോൾ കാട്ടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാടെന്നൊക്കെ പറഞ്ഞാൽ അപാര കാടാട്ടോ, സെറ്റപ്പാണ്. നമ്മളെ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ മഴ പെയ്തുകൊണ്ട് എന്താ പറയുക കയറാൻ ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര ടാസ്ക്കാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഭയങ്കര എന്താ പറയുക പൂന്തലും വൈക്കലും ഒക്കെ ഉണ്ട്. എന്തായാലും പോകുന്ന റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അപാരം തന്നെയാണ്, സെറ്റാണ്, ഒരു രക്ഷയില്ല. വരുന്നവരൊക്കെ വെള്ളം ഒന്നുകൂടി പറഞ്ഞ ആ ഒരു വാക്ക്, എല്ലാരും വെള്ളമൊക്കെ കരുതുക. ഞങ്ങളിതാ റൈറ്റും ലെഫ്റ്റും വെള്ളം കരുതിയിരിക്കണ്. അതൊന്നും പോരാന്നാ തോന്നുന്നത്. തിരിച്ചെത്തുമ്പോ ജീവണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചണം. കുറെ ആൾക്കാരൊക്കെ കേറി വരുന്നുണ്ട്. ഇവിടെ നമ്മള് മുസബിർ പോസ് ചെയ്യാണ്. കുറെ ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളൊക്കെ തന്നെ ട്രക്കിങ് ചെയ്തിന് കയറി വരുന്നുണ്ട്. ഫോട്ടോ പേര് വന്നോ? പേര് പറഞ്ഞോളി. എന്താ ചാനലിന്റെ പേരെന്തോ? എക്സ്പ്ലോറിയൻ മല്ലു. ഓക്കെ. നിങ്ങളെവിടെയാണ് സ്ഥലം? എവിടെ? മലപ്പുറം. എവിടെ? ഞങ്ങൾ മലപ്പുറമാണേ. ചമ്മാടോ? ഓക്കെ. ഞങ്ങൾ പെരുന്തമണ്ണ. നിങ്ങളൊക്കെ അവിടെ? കൊയിലാണ്ടി. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ കൂടുതല എങ്ങനെയുണ്ട്? കിതക്കുണ്ടോ? നായി കിതക്കണ മാതിരി.
അയ്യോ പക്ഷെ അതൊരു വേറൊരു ലെവലാണ്. വേറെ ലെവലാണ്. കിതച്ച് കഴിഞ്ഞാലും മേലെത്തി കഴിഞ്ഞാല് കാണുന്ന വ്യൂ, അവിടെയാണ് നമ്മളെ കിതപ്പൊക്കെ മാറ്റിമറിക്കുന്ന സംഭവം വരാനുള്ളത്. അമ്മ അയ്യോ, ഒരു വടിയൊക്കെ വേണം കുത്തിപ്പിടിച്ച് കയറാം, അല്ലെങ്കിൽ ഒന്ന് പോരാ രണ്ടെണ്ണം വേണം. രണ്ടെണ്ണം വേണം ഗെയ്സ്. അയ്യോ, നായി കഥക്കണമാര് കഥക്കണം ഗെയ്സ്. വടി പോലുള്ള നമ്മൾ കിതക്കുന്നെങ്കിൽ തടിയുള്ള മനുഷ്യന്മാരെ കാര്യം ഒന്ന് ആലോചിച്ചു. അയ്യോ, ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് കേട്ടോ 2 ചായമേ ഇപ്പോൾ കയറണത്. 2 ചായ കുടിച്ച്, കാരണം 4 മണിക്ക് ആ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ട് 8 മണി ആയിക്കൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുമ്പോൾ 4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണത്. ഫുള്ള് കയറ്റാണ്, മാത്രമേ ഉള്ളൂ. നല്ല അടിപൊളി ഭയങ്കര ഇറക്കും. അപ്പോൾ എന്തായാലും ഇറങ്ങി വരുമ്പോൾ എന്തായാലും ഒരു വടി കുത്തിപ്പിടിക്കാൻ വേണ്ടി വരും. ആ ടെൻ്റൊക്കെ അങ്ങനെ വടി കുത്തിപ്പിടിച്ചിട്ട് സെറ്റാക്കിയിട്ട് പിന്നെ ഇറങ്ങാം. ഇവിടെ ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഈ മഴക്കാലത്ത് ഇത് പൂട്ടിയിടാൻ കാരണം. ഇപ്പം തന്നെ കയറാൻ കുറച്ച് റിസ്ക് ആണ്, ചളിയും കാര്യങ്ങളൊക്കെയാണ് അധികം. നീ പറയും ശ്വാസം കിട്ടുന്നില്ല. ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരാൻ കൊതിക്കുന്നുണ്ട്, പക്ഷേ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഡെസ്റ്റിനേഷൻ അടച്ചിട്ടിരിക്കുന്നു. ഭയങ്കര സീന് കാര്യങ്ങൾ ആരൊക്കെ എന്തൊക്കെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്ഥലം അടച്ചിടാൻ കാരണം. 3 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇത് ഓപ്പൺ ആയി വരുന്നത്. കാരണം ഞാൻ ഈ ഒരു സ്ഥലം എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ വയനാട്ടിലൊക്കെ ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് വരാൻ തോന്നിയൊരു സ്ഥലം കൂടി കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ മേലത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നല്ല രീതിക്ക് ഒന്നും പറയാൻ പറ്റില്ല കേസ്. അതിൻ്റെ മേലെ എത്തിയിട്ട് കാണാം കേട്ടോ. അയ്യോ, അയ്യോ, തീരെ സ്റ്റാമിന ഇല്ല കേസ്. എങ്ങനെയാണ് ആൾക്കാർക്ക് പെണ്ണെട്ടിച്ചത്? ഇപ്പോഴാണ് നായി കഥക്കണം വരെ ശരിക്കും ആയത്. കുറച്ച് വെള്ളം തരുമോ? തൊണ്ടത്തെ വെള്ളം പറ്റിയ ഇതുകൂടെ പാസ് ചെയ്യാ. ഓക്കെ, അതിനാണ് ഇപ്പം നിങ്ങളിവിടെ നിൽക്കണേ. ഓക്കെ, ആന പാസ് ചെയ്യുന്ന കേട്ടോ പറഞ്ഞത്. ആ ഒരു ഭാഗത്തു കൂടി മൂപ്പര്, അതാണ് അവിടെ മൂപ്പര് എന്താ പറയുക തമ്പടിച്ച് നിൽക്കുന്നത്. 1/2 കിലോമീറ്റർ കയറിയിട്ടുള്ളൂ. പിന്നെ എന്താണ് 1.5 കിലോമീറ്റർ കൂടി കയറാണ്ട്. കയറി കൂടി 2 അളവും കൂടി അത് കഴിഞ്ഞാൽ 3 എണ്ണോ, പിന്നെ 4 കൂടും. 4 വേറെ പിന്നെ ഇന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് അവിടെ കുത്തിരിക്കട്ട്. അയ്യോ, നല്ല അടിപൊളിയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഴത്തുള്ളിടുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളെ യഥാർത്ഥ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ ആ ഒരു ഭാഗം ഇവിടുന്ന് കാണാം. അത് നിങ്ങൾ കാണുമ്പോൾ കേട്ടോ ഇതായിട്ടോ ഈ ഒരു ഭാഗം. ഈ കാണുന്ന മരയാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോണത്. ഈ ഒരു മരം നമുക്ക് തടസ്സമാണ്, അല്ല നമുക്ക് വെട്ടി മാറ്റാൻ പറ്റൂല. കോടൊക്കെ ഒരു ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ പാറി വരുന്ന ആ ഒരു കാഴ്ചകൾ കാണാം. ഒരുപാട് ആളുകളൊക്കെ ഒരു കാഴ്ച കാണുമ്പോൾ ഞെട്ടി നിൽക്കട്ടെ, അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയുണ്ട്? രക്ഷയില്ല. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പൊളി. അപ്പോൾ ഈ ഒരു മല മുകള് മുഴുവൻ എന്താക്കണം ട്രക്ക് ചെയ്ത് കയറി പോകണം. അതാണ് ഇപ്പം ഇനി അടുത്ത ടാസ്ക്. ചെക്കൻ 1 റീൽസ് ഉണ്ടാക്കല. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. സ്ഥലം ഒരു മഹാപൊളി. നിങ്ങൾ തന്നെ നോക്കി കാണാം. ആ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ കോടങ്ങനെ മാറി ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്.
ചുറ്റും ഭയങ്കര ഗ്രീനറി കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. വന്നു കഴിഞ്ഞാൽ മുതലോ ട്രക്കിങ്ങാണ് മെയിൻ. ഈ ട്രക്ക് ചെയ്തിട്ട് തന്നെ ഈ ഒരു വൈബ് ആസ്വദിക്കണം, അല്ലാതെ ട്രക്ക് ചെയ്യല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറി വരുന്ന കാഴ്ച കാണാം. അതുപോലെ തന്നെ ട്രക്കിങ്ങിട്ട് കുഴങ്ങിയിട്ട് കുറേ ആൾക്കാർ ആ ഒരു വ്യൂ ഒക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷ. നല്ല രീതിക്ക് മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. മഞ്ഞ് പെയ്യുന്നില്ലേ? മഞ്ഞ് മഞ്ഞ് പെയ്ത്താറിയോ മഞ്ഞ്? കിലോമീറ്ററും കുറവാണ്, ഇങ്ങോട്ട് വരുന്ന ടാസ്കും ഇല്ല, പിന്നെ ചാർജും കുറവാണ്. ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ല, ഒരു മഴയില്ലാത്ത വ്യൂ പോയിന്റ് കേട്ടോ. വ്യൂ പോയിന്റ് നല്ല. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വേൾഡ് തന്നെ 8ാം സ്ഥാനം പിടിച്ചതാണ് ഒരു വയനാട്ടിലെ ഈ ഡെസ്റ്റിനേഷൻ. പിന്നെ അല്ലേ, വേൾഡ് തന്നെ 8ാം സ്ഥാനമാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സാധനമാണ്. ഈ ഒരു സ്ഥലമാണ്, മൗണ്ടാണ്. ഭയങ്കര സെറ്റപ്പ് ആണ്. നിങ്ങൾ കേറി വരുമ്പോ തന്നെ നിങ്ങളെ കിടപ്പൊക്കെ മാറി, ഇതിന്റെ ഒക്കെ ഈ വ്യൂ കണ്ടപ്പോ തന്നെ മാറി. മുകളിൽ പോയി ജീവൻ പോകണം, ജീവൻ പോകും. അയ്യോ, അട്ടകടിച്ചു ഗൈസ്, അട്ടകടിച്ചു ഗൈസ്. അതാ മറ്റേതൊക്കെ എറിയണു. കൊറേ കാര്യമുണ്ട്. കൂടിയില്ലേ? ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ട്രക്കിങ് ചെയ്ത് കയറി വരുന്നുണ്ട്. ഈ ഭാഗത്തൂടെ ഇങ്ങനെ നടന്നു വരാട്ടോ, ഫുള്ള് വൈബാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളും ഒരു രക്ഷയില്ലാത്ത കോടി, ഒരു രക്ഷയില്ലാത്ത ഗ്രീനറിയും. ഇതിലൂടെ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബും ആ ഒരു രസം കിതച്ചിട്ടാണെങ്കിലും പറയാൻ വയ്ക്കണില്ല, അത് പറയാതിരിക്കാനാണ് തോന്നണില്ല. അയ്യോ, കൊയങ്ങി ഗൈസ്. അപ്പം ഏകദേശം നമ്മൾ അടുത്തറിയിട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിരിക്കും ആ ഒരു ലോ ലേക്ക് അല്ലേ, ലോ തടാകം. അതായത് ലോ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗചിനത്തിൻ്റെ ആ ഒരു ആകൃതിയിൽ ആ ഒരു തടാകം നിൽക്കുന്ന കാഴ്ച കാണാട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത. ചുറ്റും ഇതുവരെ പച്ചപ്പ്, ഭയങ്കര ഗ്രീനറിയും കാര്യങ്ങളൊക്കെയാണ്. അതിനുള്ളിൽ ആ ലൗചിനത്തിൻ്റെ ആ ഒരു പിന്നെ ആ ഒരു തടാകമൊക്കെ നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അപാരം തന്നെ, ഒന്നും പറയാനില്ല. ഈ ഒരു കാഴ്ചകൾ നോക്കി രണ്ട് ഭാഗത്തും ഇതുപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ്. ഈ ആളുകൾ ഇങ്ങനെ കയറി വരുന്ന ആ ഒരു സീനറി നിങ്ങൾ വീക്ഷിച്ചാൽ മതി. ഒരു അടിഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത്. അവിടെ അടിഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ചുവപ്പ് ഷർട്ടൊക്കെ ഇട്ടവർ കൃത്യമായിട്ട് കാണുന്നുണ്ട്, അല്ലാത്തവരൊന്നും കാണുന്നില്ല കേട്ടോ. അത്രയും കോടയാണ്. രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അപാരം, ഒന്നും പറയാനില്ല. മുതലായില്ലേ? മുതലാളിയാ? മുതലാളി. അപ്പോൾ ഏകദേശം നമ്മൾ പകുതി കയറി കഴിഞ്ഞു. ഇനി ഏകദേശം ആ ഒരു മേലെ മുകളിലേക്ക് കയറാനാണ്. ഏകദേശം 1.5 കിലോമീറ്റർ കയറിട്ടോ. 2.5 കിലോമീറ്ററാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, ആ ഒരു മുകളിലേക്ക് എത്തേണ്ടത്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂയിസൈഡ് പോയിൻ്റ് രൂപത്തിലാണ് ഈ ഒരു ഭാഗം. കോട മൂടിയുണ്ട്, ഒരു പക്ഷേ കാണൂല. നമ്മളെ ചെക്കന്മാരൊക്കെ കയറി പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി വരുന്ന കാഴ്ചകളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വരാണ്ട കാരണമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 200 പേർക്കാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്
ആകെ ഒരു ദിവസം ഒരു ഡേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല രീതിക്ക് കോട മൂടിയിട്ടുണ്ട്, നല്ല രീതിക്ക് മഞ്ഞ് പെയ്യുന്നുണ്ട്. ഈശപ്പുലിമല ആ ഒരു മലൻ്റെ അതേ ഒരു വൈബാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയാൽ ഒരു പക്ഷേ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല രീതിക്ക് കിതച്ചുകൊണ്ടാണ് കൂടുതലൊന്നും പറയാൻ പറ്റാത്തത്. എന്തായാലും ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല അടിപൊളി കാഴ്ച തന്നെ ആയിരിക്കും. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് കയറുന്നവരൊക്കെ പുകയില അല്ലെങ്കിൽ ബീഡിയോ ഹാൻഡ്സോ അങ്ങനത്തെ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ എന്താക്കുക ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നല്ല, പിടിച്ച് കഴിഞ്ഞാൽ പകുതിക്കുന്ന അങ്ങോട്ട് തന്നെ ഇറക്കി വിടും. പിന്നെ ഇങ്ങോട്ട് ഏറ്റവും മുകളിലേക്ക് കയറാൻ കഴിയൂല. ആ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. പുകയില ഉൽപ്പന്നങ്ങളൊക്കെ അടിയിലോ അല്ലെങ്കിൽ വണ്ടിയിലോ അല്ലെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒലത്ത് ഏൽപ്പിച്ചാൽ മതി. നമ്മൾ ഇറങ്ങി പോകുമ്പോൾ എന്താ വെച്ചാൽ അവർ റിട്ടേൺ തരും. ആ കാര്യങ്ങളൊന്നും പ്രോബ്ലം അല്ല. അങ്ങോട്ട് മേലേക്ക് എന്തായാലും കയറ്റാൻ പറ്റില്ല കേട്ടോ. പിന്നെ 3 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സ്ഥലം ഓപ്പൺ ചെയ്തത്. ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മഴൻ്റെ ബേസ് ചെയ്തിട്ട്. ആരൊക്കെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുത്താണ്, ആരൊക്കെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്ഥലം അടച്ചിട്ടത് കേട്ടോ. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സ്ഥലം ഓപ്പൺ ആകുന്നത്. അപ്പോൾ മാക്സിമം വരുന്നവരൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങോട്ട് വരുന്നവർ കുപ്പിയോ വേസ്റ്റോ കാര്യങ്ങളോ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. മാക്സിമം കൊണ്ടുവന്നാൽ തന്നെ എന്താ പറയുക, ഇവിടെ ഒന്നും ഉപേക്ഷിക്കാതെ റിട്ടേൺ കൊണ്ടുപോവുക. അവിടെ സീൽ ചെയ്ത ബോട്ടിലാണെങ്കിൽ നമുക്ക് റിട്ടേൺ ക്യാഷ് തരും. അല്ലെങ്കിൽ ആ ബോട്ടിൽ കാണിച്ചിട്ടില്ലെങ്കിൽ അവിടെ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അല്ല കിടക്കാച്ച് വൈബിലൂടെ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ശബ്ദം കേട്ടിട്ട്. ഇതിനി ഒരു മ്യൂസിക്കും കാര്യങ്ങളൊന്നും വെക്കില്ല, നാച്ചുറൽ ശബ്ദം മാത്രമേ നിങ്ങളെ കേൾപ്പിക്കുള്ളൂ. എല്ലാവരും കയറി പോയിട്ട് മുകളിലെത്തി. നമ്മുടെ ബാക്കിൽ കുറേ പേരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ബാക്കിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വ്ളോഗ് ചെയ്ത് നമ്മൾക്കിങ്ങനെ കാണാം, ഒരു ആകാംക്ഷയോട് കൂടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടാണ് ആ ലേക്ക് ഉള്ളത്. ആ ലേക്ക് കാണാനാണ് ഇപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കാണാൻ. ഇതുപോലൊക്കെ ഇത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അട്ട കടിക്കാൻ സാധ്യതയുണ്ട്. സാധനമൊക്കെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്ററോ സാനിറ്റൈസറോ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. പിന്നെ വിഷയമൊന്നുമില്ല, കുടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോ. അട്ട കടിച്ചാൽ പറിച്ചെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. പിന്നെ അങ്ങോട്ട് വരുന്നവർ ഷൂ ഒക്കെ ഇട്ട് വരും കേട്ടോ. ട്രക്കിങ് ഷൂ അല്ലെങ്കിൽ സാധാ ഷൂ കാര്യങ്ങൾ ഇട്ട് തന്നാൽ അട്ട കടിക്കൽ നിന്നൊക്കെ മുക്തനാകാം. മാത്രമല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഷൂ ഇട്ട് തന്നാലേ കിട്ടും. അപ്പോൾ ഈ കയറുന്ന കാഴ്ചയൊക്കെ നോക്കി ഒരു ഭാഗം. ചെരുപ്പാണെങ്കിൽ വൺ ടാസ്ക്കാണ്. ഉള്ളിൽ നനഞ്ഞു കഴിഞ്ഞാൽ കാല് വഹിക്കാനും എന്താ വൈകി വീഴാനൊക്കെ സാധ്യതയുണ്ട്. ആ മലപ്പുറക്കാർ വൈബടിക്കുന്ന പിള്ളേരല്ലേ ഈ വീട് ഇങ്ങനെ സ്റ്റൈലാക്കി വെട്ടേണ്ട കാരണം എന്താ? അങ്ങനൊന്നുമില്ല, ഒരു വൈബ്. കസേര മേശ ആ പാട്ട് കേട്ടുക്കണോ? കേട്ടിട്ടില്ല? നിങ്ങളെ നാട്ടുകാരൻ പാടിയതാണ്. ടീമിന്റെ പാട്ട് അതാ കേട്ടല്ലേ? ടീമിന്റെ പാട്ടാണ് കസേര മേശ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടിട്ട് സ്റ്റാർ മാജിക്കില്ലേ. എങ്ങോട്ട് ആളെ കാണലുണ്ടോ നാട്ടിൽ? നമ്മളെ മുട്ടൻ പേനാണ്, വള്ളു പൊളിയാണ്. ടീമേ കളി മാറൂട്ടോ. ഇതെന്താ വേണ്ടത്? തൊപ്പിയാണോ ക്യാപ്പാണോ? മഞ്ഞു കൊള്ളും തരൂല. ഒരു മനസ്സുഖം. കഴിഞ്ഞോ? നാച്ചുറൽ വെള്ളം കേസ്, നാച്ചുറൽ. ഔഷധ ഗുണമുള്ള വെള്ളം കേട്ടോ. മലമുകളിലൊക്കെ വേരിനോടും മരത്തിൻ്റെ ആ ഒരു തൊലിയോടൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞ് വെള്ളം പിന്നെ ഒലിച്ചു വരുന്ന ആ ഒരു ഔഷധ ഗുണമുള്ള വെള്ളമാണ് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ. വിറ്റാമിൻ എ ബി സി ഡി സെറ്റ് വരെ നമുക്ക് പറയാം. പോട്ടറാ ടാസ്ക്കാണ് ഗൈസ്. അതിൽ കൂടി കയറുക. അവിടെ എത്താൻ പറ്റുമോ? ഇല്ല, അത് കൂടി കയറാ. എന്താ മോനെ കേരളാ അനക്ക് തീരെ സ്റ്റാമിനില്ല. അനക്ക് എങ്ങനെയാ പെണ്ണ് കെട്ടിച്ചേരാ? ഇങ്ങോട്ട് കയറ്.
അയ്യോ അത് കിട്ടിയോ കണ്ടല്ലേ. അയ്യോ നമ്മളെ ചെക്കൻ പോസ് ചെയ്യുന്നു, അതിസാഹസികമായി പോസ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ആ ഒരു ഭാഗത്ത് കയറാൻ ഭയങ്കര ടാസ്ക് കേട്ടോ. ആണ് കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഹായ്, എവിടുന്നാ? എറണാകുളം. ഓക്കെ, എന്താ പേര് പറഞ്ഞോളി. നിങ്ങളൊക്കെ കൂടല്ല? നിങ്ങളെ കൂടെ ആ ഓക്കെ ഓക്കെ എക്സ്പ്ലോർ ചെയ്യുമല്ലോ. ആ അതാ ഇതുപോലെ നമ്മൾ ട്രക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കയറി പോകുമ്പോൾ വടിയൊക്കെ കുത്തിപ്പിടിച്ച് ആ ഒരു ട്രക്കിങ് മോഡലിൽ കയറണം. അതിൽ വെറും എന്താ നടത്തം പോലെയോ മോഡൽ തന്നെ. ഓക്കേടാ തരാലോ. ആ കയറിക്കോളെ. ഇതാണ് ട്രക്കിങ്ങിൻ്റെ മോഡൽ കേട്ടോ. ആ ഒരു ബാഗൊക്കെ തൂക്കി ആ ബാക്കിൽ ടെൻ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്താ പറയുക ആ ഒരു വടിയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഈ ഒരു മല ഇങ്ങനെ നടന്ന് കയറി കുറച്ചൊക്കെ വിശദീകരിച്ച് ഞാൻ എന്താ പറയുക അതിൻ്റെ ഏറ്റവും മേലേക്ക് എത്തിച്ചോളാം നിങ്ങളെ. ആ നിങ്ങളെവിടെ സ്ഥലം എവിടെ? കൊണ്ടോട്ടി. നമ്മളെ മലപ്പുറക്കാരനാണല്ലോ. നിങ്ങളെ പേരെന്താ? അമീൻ. പഠിക്കുക? ഓക്കെ. എന്തിനാ പഠിക്കുന്നത്? ഓ ഓ ഓ കൊണ്ടോട്ടി തന്നെ? പോണ്ടിച്ചേരി. ഓ അവിടെ നിന്ന് പഠിക്കുക. ഹോസ്റ്റലില് കടലെന്നിട്ടെ ആ കെട്ടിക്കോ. അതെ ഓ പക്ക വ്യൂ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ഒരു രക്ഷയില്ലാത്ത 2.5 കിലോമീറ്റർ വെറുതെ പറയാം. 3-4 കിലോമീറ്റർ ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു തണുപ്പത്ത് നടന്നിട്ട് ഞങ്ങൾക്ക് തോന്നുന്നൊന്നും അറിയില്ല. കുറെ മലപ്പുറക്കാരുണ്ട്, കുറെ വയനാട്ടുകാരുണ്ട്, കുറെ കൊച്ചിന്നുണ്ട്. കുറെ ആൾക്കാർ ഇങ്ങനെ പരിചയപ്പെട്ട് കയറും. മലപ്പുറം വേറെ വൈബാണ്. ആ കൊച്ചിയിലെ ചെക്കന്മാരനെ പറഞ്ഞു എന്താ പറയാ മലപ്പുറം എവിടെ നോക്കിയാലും ഏത് പിന്നെ സ്പോട്ടിൽ പോയി കഴിഞ്ഞാലും മലപ്പുറക്കാരെന്നാ. മലപ്പുറം പൊളിയാണ്. മലപ്പുറം എവിടെയും പൊന്തി നിൽക്കും അല്ലേ? പൊന്തിക്കട്ടെ. അതൊന്നും ഉണ്ടായിരിക്കും കേട്ടോ. പക്ക വ്യൂടാ. പക്ക വ്യൂ. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഏകദേശം ആ ഒരു മലയും കൂടി ട്രക്ക് ചെയ്തിട്ടായിരിക്കും ആ ഒരു ലേക്ക് വരാൻ സാധ്യത. നല്ല രീതിക്ക് കോടൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്ന കാഴ്ച. എന്താ പറയുക, ഒന്നും പറയാൻ പറ്റണില്ല. അത്രയും വ്യൂ ആണ്. ഓരോ ഷോട്ടിലും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് നല്ല കിടിലൻ കാഴ്ചകൾ തന്നെയാണ്. ബാക്കിൽ കാണുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകളുണ്ട്. ഗോപ്രോ ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രീതിക്ക് കോടയായിരുന്നു ഇതുവരെ. നല്ല രീതിക്ക് കോട ആ ഒരു വശത്തോട്ട് പോകുന്നുണ്ട്. ഈ കാണുന്ന കാഴ്ച കേട്ടോ. ഒരുപാട് നല്ല വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്കൊന്നും നമുക്ക് പിന്നെ അലോഡും കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് ആളുകളുണ്ടോ. മലപ്പുറക്കാരനെ ഏറ്റവും കൂടുതൽ. നമ്മുടെ ചെക്കന്മാരൊക്കെ അവിടെ നിന്നിട്ട് കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഐഫോണും സ്വിച്ച് ഓഫായി. പിന്നെ ഗോപ്രോ ചാർജ് വെച്ചിട്ടാകുമ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു കാഴ്ചയാണ്. അപ്പോൾ നല്ല രീതിക്ക് കോട മാറിയിട്ടുണ്ട്. ഇതുവരെ നല്ല രീതിക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല അടിച്ചാൽ പൊളിച്ചായിട്ട് കിടക്കാഴ്ചയായിട്ട് കോട ഉണ്ടായിരുന്നു അല്ലേ? നല്ല അടിച്ചാൽ പൊളിച്ചായിട്ട് കിടക്കാഴ്ചയായിട്ടുണ്ടായില്ലേ? പൊളി.
പാടിക്കും പാടും. ഞാൻ പാടൂല. പാടുന്നതായി പാടാൻ പറ്റില്ല. പാടിക്കോ. ഞാൻ പാട്ടാടില്ല, എനിക്ക് പാട്ടാടാൻ അറിയില്ല. ദൂരെ പാട്. സൂര്യൻ അതിന്റെ പാട്. പാടണ്ടേ? ഏതെങ്കിലും നല്ല പാട്ട്. നല്ല പാട്ട് അറിയില്ല എനിക്ക്. പാടൂല. പാടൂല. എന്താ ചെയ്യാ? വേണേ നമ്മളൊരു കഥ പറഞ്ഞു. കടലോ? കടല തിന്നെ. അതായത് ഒരിടത്തുള്ളിടത്ത് മൗണ്ടൻ ഉണ്ടായിരുന്നു. അത് നമ്മള് വയനാട്ടിലായിരുന്നു. പോണം. അപ്പൊ നല്ല രീതിക്ക് കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരിങ്ങനെ ഈ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ ഈ ഒരു വ്യൂ പോയിന്റ് ഒക്കെ താണ്ടി ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ലവ് ലേക്കിന്റെ കറക്റ്റ് ഒരു വ്യൂ. ഈ ഒരു വശത്താണ് ആ ഒരു തടാകം ഞാൻ അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ ആ ഒരു വശത്ത് പോയി എന്നാൽ ആ ഒരു മുകൾ ഭാഗത്ത് നിന്ന് കറക്റ്റ് വ്യൂ കിട്ടും. നമ്മളടുത്ത നേരെ ഇവിടുന്ന് കഴിഞ്ഞാൽ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മള് ലേക്കിന്റെ അടിപൊളി ഒരു വ്യൂ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു ഗൈസ്. അല്ലേ? സമർപ്പിക്കണ്ടേ? പൊളി. വന്നൂടെ? എപ്പോഴത്തേക്കും വരാം. ഈ കാണുന്നതാണ് ആ ലവ് ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കൃത്യം ആ ഒരു സ്പോട്ടിൽ വെച്ച് ഇതിൻ്റെ ഒരു ഇത് കാണിക്കുക, ആ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ആ ഒരു ആകൃതി കാണിക്കുക. ആ ഒരു ഭാഗത്ത് പോയി എന്നാലാണ് സംഭവം കാണുക കേട്ടോ. നമ്മുടെ ചെക്കന്മാരൊക്കെ അവിടെ നടന്നു പോയി കേട്ടോ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ആ വ്യൂ പോയിൻ്റ് കാണണമെങ്കിൽ ഇത് കൂടി ട്രക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് പോകണം. ഞാൻ ആദ്യം കയറാൻ ഈ ഒരു ഭാഗത്തേക്ക് വേണമെങ്കിൽ വരാം. ഇതോടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യ സ്പോട്ടിലെത്തിട്ടോ. ഇവിടുന്ന് ആ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു ആകൃതി ഇങ്ങനെ കാണാം കേട്ടോ. ഉണ്ടല്ലേ? പറഞ്ഞോളി. നമ്മളെ ചെക്കന് നമ്മളെ ചാനലിൽ എന്തായാലും വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാൻ കയറിയ പറഞ്ഞോളി. ഞങ്ങൾ ഈ വീഡിയോ പിന്നെയും കാണും. അപ്പൊ ഞങ്ങള് പറയൂ ബാക്കി പറ. ഞങ്ങൾ നിങ്ങൾ ഉയരങ്ങളിൽ എത്തട്ടെ, അതാണ് ഞങ്ങൾ പറയാനുള്ളത്. ഞാനിപ്പോ താഴത്തെത്തട്ടെ. പഠിച്ചവനെ കാണാനാണെങ്കിലും ഇല്ലെങ്കിലും നല്ലപോലെ എത്തട്ടെ. നടക്കട്ടെ. അപ്പോൾ നമ്മൾ ആ മല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി വെച്ച ഭാഗത്തേക്ക് ഏകദേശം ഇനിയും ഒരു അരമണിക്കൂർ നടക്കാണ്ട്. നല്ല രീതിയിൽ കുഴങ്ങിയിട്ടുണ്ട്. അതിലേറെ നമുക്കിവിടെ കീഴടക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ മതിമറക്കും. ആ ഒരു കിലോമീറ്ററൊക്കെ നടന്ന് കയറി ആ ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ, ആ ഒരു വ്യൂ പോയിൻറ്റും അതുപോലെ ആ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലൊരു സുഖാട്ടോ അല്ലേ? അതൊക്കെ ക്യാമറയിലല്ല, നേരിട്ട് വന്ന് കാണണം. സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ പറയും. അത് നിങ്ങൾ നേരിട്ട് വന്നിട്ട് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്യുക. സൂപ്പറാണ്. ഈ കയറിയ കയറ്റം ഒന്നും അല്ലാതാവും മേലെത്തി കഴിഞ്ഞാൽ. അടിപൊളി. നല്ല രസമാണ്, നല്ല വ്യൂ ആണ്.
എപ്പോഴും മഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് വല്ല കണ്ട് ക്ഷീണം അറിയില്ല ഈ കയറി കഴിഞ്ഞതിൻ്റെ. പിന്നെ ഇറങ്ങുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ സാഹസികം. കണ്ടില്ലേ ആനപ്പിണ്ടി കേട്ടോ ഈ കാണുന്നതൊക്കെ. ആനപ്പിണ്ടി അല്ല, പിണ്ടം. പിണ്ടം, ആനപ്പിണ്ടാണ് ഈ കാണുന്നത്. എന്താ ഓടി വരുന്നത് പടച്ചോനെ, നടന്നിട്ട് വരാൻ പറ്റുമോ അവന് ഓടി വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ വയനാട്ടിലത്തെ വേറെ ഏതെങ്കിലും സ്പോട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അടുത്ത് വയനാട്ടിലത്തെ ഒരു വീഡിയോയിലായിരിക്കും. പിന്നെ അതുപോലെ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് സൈക്കിളിൽ നിന്ന് തേരോട്ടം തുടരണം. അടുത്ത വീഡിയോ കാണാം. നമ്മൾ പാർക്ക് ചെയ്ത് അവിടെ എത്തി. അവിടെ നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോരും വെള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റോട്ടിൽ ഇരുന്നിട്ട് തന്നെ കുടിക്കണേ. കുറേ ആൾക്കാർ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കിട്ടും. ജസ്റ്റ് വരുന്നവരൊക്കെ അല്ലെങ്കിൽ വെള്ളം കരുതുക കേട്ടോ. അങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് വാങ്ങിയാൽ പിന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് വാങ്ങിയാലും വേണ്ടില്ല, വെള്ളം കരുതണം കേട്ടോ. വെള്ളം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഉപ്പാടളം സീനാണ് മണിയാ, സീനാണ്. അപ്പോൾ വെള്ളം കരുതുക കേട്ടോ. ബോട്ടിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ അവിടെ എന്താ പറയുക സെറ്റാക്കിയിട്ട് പോരുക. അല്ലെങ്കിൽ ഇവിടുന്ന് വെള്ളം വാങ്ങിയാലും വേണ്ടില്ല. വെള്ളം ഇല്ലാതെ പോയാൽ ഒരു രക്ഷയില്ല, ചാവും, ദാഹിച്ച് ചാവും.